ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മുടി വെട്ടണം എന്നുണ്ട്. പക്ഷെ മുടി വെട്ടാൻ അമ്മയും അച്ഛനും സമ്മതിക്കില്ല. ഇതാണ് ഇപ്പം എൻ്റെ മുടീൻ്റെ അവസ്ഥ. ഞാൻ അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് നല്ല കട്ടിയുണ്ട്, താഴോട്ട് വരുമ്പോഴേക്കും കോല് പോലെ ആവുക. ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, നമുക്ക് നോക്കാം. ഇപ്പം ഇനി ഈ വിഷയം സംസാരിക്കേണ്ട. ഇനി നമുക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചട്ടിച്ചോറിൻ്റെ കാര്യം, അതുപോലെ നമുക്കൊരു ടിഫിൻ ചോറ് ഉണ്ടാക്കാം. ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ആ ചട്ടി എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അതിനുള്ളത് പൊതിരെ കിട്ടുകയും ചെയ്തു കേട്ടോ അമ്മേൻ്റെ നിന്ന്. ആ ചട്ടീൻ്റെ പൈസയും അടക്കം ഞാൻ കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ടാണ് അമ്മേനെ ഒന്ന് സമാധാനിപ്പിച്ചത്. ഞാൻ വിചാരിച്ചു ടിഫിനിലേക്ക് ചോറിട്ടപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞത് കഴിച്ചു വന്നപ്പോൾ കുറഞ്ഞു പോയതുപോലെ തോന്നി. ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് നോക്കിയപ്പോൾ അത് 1.1 മില്യൺ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ വീഡിയോ ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ മുട്ടയ്ക്കായിരുന്നു കുറവ്, പക്ഷെ ഇന്ന് മുട്ടയുണ്ട്, പക്ഷെ ചട്ടിയില്ല. ഇതെന്തായാലും ഞാൻ ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്നാലും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ടിഫിനിലേക്ക് ചോറ്, ബീട്രൂട്ട് ഉപ്പേരി, മുട്ട പൊരിച്ചത്, ഇവിടെ ഓംലേറ്റ് എന്നാണ് പറയുക, അതുകൊണ്ട് ഞാനും ഓംലേറ്റ് എന്ന് പറയാം കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട കോവയ്ക്ക, കണ്ണിമാങ്ങ അച്ചാർ, സുർക്ക അല്ലെങ്കിൽ വിനാഗിരി എന്നൊക്കെ പറയില്ലേ, അതിലിട്ട കാന്താരി മുളക്, ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അടച്ചോക്കാം. ഈ പണി ചെയ്യുമ്പോൾ ഞാൻ എന്താ ഈ തുള്ളുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെവിയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ട് വെച്ചിട്ടുണ്ട്, അതിൽ പാട്ടും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ഞാൻ. നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിലും സന്തോഷത്തോടെ അത് ആസ്വദിച്ച് വേണം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് വെക്കാൻ വേണമെങ്കിൽ ഡാൻസ് കളിക്കാം, അതിൻ്റെ കൂടെ പാട്ട് പാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആസ്വദിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഫുഡിനാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വേറെ പണി വല്ലതാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തി ഉണ്ടാകും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, മുന്തിരി കല്ല് പോലെ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കയറ്റുന്നത്. അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും കല്ല് പോലെ ആയിട്ടുണ്ടോ ചോദിച്ചാൽ ചിലതുങ്ങൾ കല്ല് പോലെ ആയിട്ടുണ്ട്, ചിലതുങ്ങൾ കല്ല് പോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി എന്തായാലും നമുക്കിത് ഫ്രീസറിലൊന്നും കയറ്റി വെക്കണ്ട, നമുക്കിത് എന്തായാലും കഴിക്കാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ട്രെൻഡിങ്ങിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മസാല മുന്തിരിയോ മുന്തിരി മസാലയോ അങ്ങനെ എന്തോ ഒരു സാധനം. എന്തായാലും അത് ഞാൻ ഈ മുന്തിരിയിൽ അങ്ങ് ഉണ്ടാക്കിട്ടോ. ഇതിന് കറുത്ത മുന്തിരി എന്നല്ലേ പറയാ. എന്തായാലും ഈ മുന്തിരിയിൽ ചിലതിന് പുളിയായിരുന്നു, ചിലതിന് നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് മാങ്ങ കഴിക്കാറില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതും ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ സുർക്കൊന്നും വാരി ഒഴിച്ചിട്ടില്ല, ആകെ ഉപ്പും മുളകും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് വായിൽ വെക്കാൻ കൊള്ളില്ലായിരിക്കും, ആ പച്ചമുന്തിരിന്റെ ആ ടേസ്റ്റ് ഇതിന് കിട്ടില്ലായിരിക്കും എന്നാണ്. പക്ഷേ ഇടയ്ക്ക് പുളിയും ഇടയ്ക്ക് മധുരം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ മുന്തിരി ഉണ്ടാക്കുന്നതിനോട് ഒട്ടും യോജിക്കില്ല കേട്ടോ. കാരണം നമുക്ക് സാധാരണ മുന്തിരിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്നും ഇടാനേ പാടില്ല. പിന്നെ ഞാൻ ഇത് എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുന്തിരി വെച്ച് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി, അപ്പം ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, പക്ഷേ എനിക്കതിൽ ഒരു അബദ്ധം പറ്റിയത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി, മുളക് കൂടിപ്പോയി. അത് നമ്മൾ മാത്രമാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇടും, അതൊക്കെ എൻ്റെ വെറും പട്ടിഷ മാത്രമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, ഉണ്ടാക്കണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലേ ചോദിച്ചാൽ ടേസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു അഭിപ്രായമാണ് കേട്ടോ എനിക്ക്. ഞാൻ ഈ മുന്തിരി വെച്ച് ഈ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മുന്തിരിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചോറ് ഞാൻ 12 മണിക്കാണ് ഉണ്ടാക്കിയത്, പക്ഷെ ഞാൻ 1 മണിക്കും കഴിച്ചില്ല, 2 മണിക്കും കഴിച്ചില്ല, 3 മണിക്കാണ് ഇത് കഴിച്ചത്. ഞാനിത് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം, വാഴയിലും ട്രൈ ചെയ്യാം. വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണാം.